ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി പുഴുങ്ങി എടുത്ത നല്ലൊരു രുചികരമായ പലഹാരമാണ്. ഇത് ഉണ്ടാക്കാൻ എളുപ്പവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിൽ ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് പറങ്ങേണ്ടിയും ഇട്ട് വറക്കുക. പറങ്ങേണ്ടി ചെറുതായിട്ട് മൂത്തതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് വറക്കുക. എന്നിട്ടിത് മാറ്റി വെക്കുക. അതേ പാനിൽ അരക്കപ്പ് അഴുക്കൊക്കെ കളഞ്ഞ ശർക്കര പാനി ഒഴിക്കുക. അതുപോലെ തന്നെ ഒട്ടുന്ന പരുവത്തിന് മുമ്പ് അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതും മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു പഴം എടുത്തിട്ട് അത് നല്ലവണ്ണം സ്മാഷ് ചെയ്യുക. അതിലേക്ക് റവ ഇടുക. അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് പാലിൽ 1/4 സ്പൂൺ ഈസ്റ്റ് ഇട്ട് പാലൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഈസ്റ്റിന് പകരം നമുക്ക് സോഡാപ്പൊടി വേണേലും എടുക്കാം, പക്ഷേ ആ സമയത്ത് പാലൊഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ കൂട്ടിലേക്ക് നമ്മൾ ശർക്കരയും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആവി വരുന്ന ഇഡ്ഡലിത്തട്ടിലേക്ക് ഒഴിക്കുക. ഇഡ്ഡലിത്തട്ടിൽ ഒഴിക്കാം. അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ച് മുന്തിരിയൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇത് ആവി കയറ്റി ഒരു 20 മിനിറ്റ് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമുക്ക് നല്ല രുചികരമായ 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.